ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നിയമം വരാൻ പോവുക അല്ലേ? KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ ചെറിയൊരു തിരുത്ത്. അതായത് എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് മാറ്റിയിട്ട് അർഹതപ്പെട്ടവർക്ക് മാത്രം എന്നുള്ള ഒരു നിയമം വരുന്നതല്ലേ നല്ലത്. അതായത് ചില ഡിസ്ട്രിക്റ്റുകളിൽ വരെ ഇത് ഇങ്ങനൊരു നിയമം ഇല്ലയെന്നാണ് കേൾക്കുന്നത്. അതിന് പകരം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനൊരു നിയമം വന്ന് എല്ലാ സ്ത്രീകളും എന്നുള്ളതിലൊരു ചെറിയ മാറ്റം വരുത്തി അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം ഇങ്ങനൊരു നിയമം കൊണ്ടുവരിക. അതായത് വലിയ വലിയ അസുഖങ്ങളൊക്കെ ബാധിച്ച ആൾക്കാർ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർ, അതായത് 65 എബോവ് അല്ലെങ്കിൽ ഒരു 70 എബോവ് എന്നൊക്കെയുള്ള ആൾക്കാർക്ക്, പിന്നെ വിധവകൾ, അങ്ങനെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതല്ലേ നല്ലത്. അത് വിമണിന് മാത്രമല്ല, വിമണിനും മെന്നിനും, അതായത് ഇപ്പോൾ അസുഖം ബാധിച്ചവരാണെങ്കിലും 70 or 65 എബോവ് ഉള്ള ആൾക്കാരാണെങ്കിലൊക്കെ അത് വിമണിനും മെന്നിനും ഒരുപോലെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതല്ലേ നല്ലത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതായത് മെന്നിനും വിമണിനും ഒരുപോലെ ജോലിയും അതുപോലെ എഡ്യൂക്കേഷനും എല്ലാം ആയി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ലതാണോ അത്? പിന്നെ വരുന്ന നിയമത്തിൽ മെന്നിനും വിമണിനും ഒരേപോലെ ഇക്വാലിറ്റി വേണ്ടേ? അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം മെന്നും വിമണും ഒരേപോലെ സഫർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വിമണിന് മാത്രം ഇങ്ങനെ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ചെറിയൊരു ഇങ്ങനെ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് തോന്നി. എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്ന ഒരു കാര്യമാണ്. ഈ പറയുന്നതിൽ എത്രത്തോളം മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എനിക്കിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ചില ഡിസ്ട്രിക്റ്റുകളിലൊന്നും ഈ നിയമമില്ല. അതുപോലെ എല്ലാ സ്ത്രീകളും എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ വ്യക്തികൾക്കൊക്കെ ഒരു ചിപ്പ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. കാരണം അതാവുമ്പം പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ, ഒരു ഡിഫിക്കൽട്ടീസ് ഒന്നും അവിടെ ഫേസ് ചെയ്യേണ്ട വരില്ല. അർഹതപ്പെട്ടവർ അതിനായിട്ടുള്ള കാർഡും കാര്യങ്ങളൊക്കെ അലൗ ചെയ്തിട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഈ വീഡിയോ പോസിറ്റീവായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോ ഓക്കെ ആണ്, നല്ലതാണ് എന്ന് തോന്നുന്ന ആൾക്കാർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.